മീനിന് നല്ല വിലക്കുറവുള്ള സമയമാണിപ്പോൾ. ഏകദേശം 3 കിലോ 4 കിലോ ഒക്കെ 100 രൂപക്ക് കിട്ടുന്നുണ്ട്. ഈ സമയം നമ്മൾ ഉണക്കമീനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കാൻ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ ഒരു വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ മീൻ ഉണക്കുമ്പോൾ നമുക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഉണക്കാനിട്ടിട്ട് പിന്നെ അത് വൈകിട്ട് എടുത്തു വെക്കണം. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ മേലെ, ടെറസിൻ്റെ മേലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് മേലെ കയറി അതെല്ലാം എടുത്തു വെക്കുക എന്നൊക്കെ ഉള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഒരു പാത്രത്തിലേക്ക് ആക്കണം, പിന്നെ പിറ്റത്തെ ദിവസം കൊടുന്ന് വീണ്ടും നമ്മൾ ഇതുപോലെ ഒരു ഷീറ്റൊക്കെ ഇട്ട് അതിൽ വെക്കണം. പിന്നെ കാക്ക, അതുപോലെ പൂച്ച, ഇത്തരം പ്രാണികളൊക്കെ വന്നിട്ട് ഇത് കഴിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാവുന്ന വളരെ ലളിതമായിട്ടുള്ള, ഏകദേശം ഒരു 500 രൂപയിൽ താഴെ ഏകദേശം കോസ്റ്റ് വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ നെറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ടാർപോളിനും ഏകദേശം ഒരു 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ടാർപോളിൻ കിട്ടും ഇതിന് പറ്റിയ ഏതാണ്ട് ഒരു ഇതില്ല. അപ്പോൾ ഈ ടാർപോളിൻ വാങ്ങുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇതിൻ്റെ 4 സൈഡും ഇങ്ങനെ മേലേക്ക് തിരിച്ച് വെക്കാനുള്ള, മേലേക്ക് കയറ്റി വെക്കാനുള്ള രീതിയിലുള്ള കുറച്ച് വീതിയുള്ള, നമ്മുടെ ഈ മേലെ വെക്കുന്ന ആ ഒരു ഇരുമ്പിൻ്റെ നെറ്റ് ഉണ്ടല്ലോ, അതിനേക്കാളും അല്പം വീതി കൂടുതലുള്ളതും പിന്നെ മൊത്തത്തിൽ നീളം കൂടുതൽ, അതിൻ്റെ ഇരട്ടിയിലധികം നീളമുള്ള ടാർപോളിൻ വാങ്ങണം. എന്നെങ്കിലാണ് നമുക്കിത് ആ 2 വശങ്ങളും നമ്മൾ രാത്രി അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ മീനെ എടുത്തു വെക്കുന്നതിന് പകരമായിട്ട് ഈ ടാർപോളിൻ്റെ 3 ഭാഗവും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. ഈ 3 ഭാഗവും നമ്മൾ മേലേക്ക് ചെറുതായിട്ട് ആ കമ്പിയിൽ കോർത്ത് വെക്കുക. എന്നിട്ട് നീളം കൂടിയ ടാർപോളിൻ്റെ ഭാഗം അതിൻ്റെ മേലെ കൂടെ മറിച്ചിടുക. ഇതല്പം നീളം കുറഞ്ഞൊരു ടാർപോളിനാണ്. എന്തായാലും ഞാൻ പുതിയ ടാർപോളിൻ വാങ്ങിച്ചത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കിടക്കുക. അപ്പോൾ രാത്രി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് എടുത്ത് വീണ്ടും കൊണ്ടുവെക്കണില്ല. പിറ്റത്തെ ദിവസം നമ്മൾ ജസ്റ്റ് വന്നിട്ട് ഈ ടാർപോളിൻ ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. അതാണ് ഇതിൻ്റെ ഒരു സൗകര്യം ഉള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ രാത്രിയിൽ ഇത് എടുത്തു വെക്കണ്ട, നേരെ ഈ ടാർപോളിൻ്റെ മേൽഭാഗം അങ്ങോട്ട് മറിച്ചിട്ട് 4 സൈഡും ആക്കിയിട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിപ്പോൾ 2 ദിവസം 3 ദിവസം എത്ര ഉണക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കൂടുതൽ മീനൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് വലിയ നെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല വൃത്തിയും പിന്നെ രുചിയും ഉള്ള ഉണക്കമീൻ നമുക്ക് ഇങ്ങനെ എത്ര വേണേലും ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ മീനൊക്കെ നല്ല വില കുറഞ്ഞ് കിട്ടുന്ന സമയമായതുകൊണ്ട് ഇങ്ങനെ അത്യാവശ്യത്തിന് ഏകദേശം ഒരു 5-6 മാസമൊക്കെ ഉപയോഗിക്കാനുള്ള മീൻ വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ആ ഇരുമ്പിൻ്റെ നെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ. ഞാനത് തുടക്കത്തിൽ പറയാൻ വിട്ടുപോയതാണ്. അത് ജസ്റ്റ് 4 ഭാഗം മടക്കിയിട്ട്, അപ്പോൾ 4 ഭാഗത്തും ഏകദേശം ഒരു 3/4 അടി, ഏകദേശം അത് നിങ്ങളുടെ ഐഡിയൊക്കെ അങ്ങനെ ചെയ്താൽ മതി. 3/4 അടി ഭാഗം കട്ട് ചെയ്തുകൊണ്ട് 4 ഭാഗം വളച്ചു കൊടുത്താൽ മതി. അത് അത്ര പെർഫെക്ഷൻ ഒന്നും വേണമെന്നില്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. കനം കുറഞ്ഞ നെറ്റാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുന്നിടത്തു നിന്ന് തന്നെ അവരോട് ജസ്റ്റ് ഒന്ന് 4 ഭാഗം കട്ട് ചെയ്ത് മടക്കാവുന്ന ഇത് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അവിടെ കട്ട് ചെയ്ത് തരുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഹാക്സോ ബ്ലേഡൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് അങ്ങനെ മടക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് 4 മൂലയിലും കട്ട് ചെയ്തിട്ട് ആ എക്സ്ട്രാ ഭാഗം മടക്കി വെച്ചിരിക്കുകയാണ് അതിൽ. ഇതിലേക്ക് നമ്മൾ മീൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് പറയാം. മീൻ മുറിച്ച് അതിൻ്റെ തല ഭാഗം എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം കല്ലുപ്പ്, അതായത് നന്നായി കഴുകിയിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ നമ്മൾ അതിലെ വെള്ളം മുഴുവനായിട്ട് പുറത്ത് പോകാനായിട്ട് ഒരു അരിപ്പ പോലുള്ള എന്തെങ്കിലും വെച്ച് അതിൽ വെള്ളമെല്ലാം ഒഴുക്കി കളഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കല്ലുപ്പ് നന്നായി ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് ഏകദേശം ഒരു 4-5 മണിക്കൂർ അങ്ങനെ വെക്കുക. അതിന് ശേഷം നമുക്ക് എടുത്ത് ഈ ഉണക്കാനായിട്ട് ഇതിൽ കൊടുന്നിടാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉണങ്ങിയ മീൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം.